ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന കാര്യം പറഞ്ഞു. ബിഗ് ബോസിലേക്ക് പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? കാര്യം റെനീഷയുടെ ചെറിയ കട്ടുണ്ട്. ആരും പറഞ്ഞിട്ടുണ്ടോ? റെനീഷ റഹ്മാൻ പറഞ്ഞിട്ടില്ല. വന്നാൽ ഇപ്പം ഞാൻ പറയുന്നത് അതുപോലെ ഉണ്ട് കേട്ടോ. പല സീരിയൽ നടിമാരെയും കട്ട് മാത്രം പോരല്ലോ നമുക്ക് ബിഗ് ബോസിൽ പോവാൻ. പിന്നെന്ത് വേണം? ഭാഗ്യം വേണം. ഒരു ക്വാളിറ്റി വേണ്ടേ? അപ്പോൾ ക്വാളിറ്റി ഇല്ലേ? എനിക്ക് പറ്റില്ല. അതെ ഞാൻ ചോദിക്കുന്നത്, ബിഗ് ബോസിൽ പോയി നിൽക്കുന്ന ക്വാളിറ്റി, എല്ലാ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്. പക്ഷെ അവിടെ പോയാൽ ക്വാളിറ്റി നഷ്ടപ്പെടുമെന്നാണ് മറ്റു പലരും പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതൊരു ഷോ ആണ്. എനിക്കെന്തോ ലാസ്റ്റ് സീസൺ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ. നമ്മുടെ ശ്വേതാ മേനോൻ, രജനി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഇപ്പോഴത്തെ ജാസ്മിനൊക്കെ ഉണ്ടായിരുന്ന സീസൺ കുറച്ചൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു എന്തോ പ്രശ്നങ്ങൾ പോലെ ഫസ്റ്റ് സീസണിന്റെ ഒരു ഗെയിം അതിനകത്തുണ്ടെന്ന് മനസ്സിലായോ? കാര്യം ജാസ്മിക്ക് കിട്ടും എന്ന് പറയുന്നത് ജിൻഡോ ചേട്ടൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടോ? എന്താണ് ഗെയിം എന്ന് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ ഉള്ളൊരു സ്ഥലം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരാരും അത് മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ ഒരു തവണ ലാലേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനും കൂടിയുള്ള അവസരമാണത്. പക്ഷെ പലരും അത് തിരുത്തുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയണത് മാത്രം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ചിലരൊക്കെ ഫേക്കായിട്ട് നിൽക്കുന്നുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫേക്ക് ആണ്, വെറുതെ വഴക്ക് കൂടാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടും. അതായത് എനിക്ക് സ്ക്രീൻ സ്പേസ് എന്ന് പറയും, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വരുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലുമൊക്കെ സിനിമയിലേക്ക് കോൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടോ, അവസരം നോക്കുന്നുണ്ട്? ഇതിന്റെ ഇടയ്ക്ക് ഒരു അവാർഡ് ഫിലിം പോലെ ദ സ്പോയിൽസ് എന്ന് പറഞ്ഞ ഒരെണ്ണം ചെയ്തു, ഒരു ചെറിയ വേഷം. ഏതാണ് ദ സ്പോയിൽസ്? അത് അതിനകത്ത് ആരായിരുന്നുള്ളത്? അതില് പ്രായമായ ആൾക്കാരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ ആ പുള്ളിയുടെ മകളായിട്ട് ചെയ്ത്. അപ്പൊ ഞാൻ അതായത് പുള്ളി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, പക്ഷെ പുള്ളി എവിടെ പോയെന്ന് നമ്മൾ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു ചെറിയ കഥ. അതിനകത്ത് കൊട്ടാരക്കരയുള്ള ആരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ അതിനകത്തൊരു കഥാപാത്രം ചെയ്യാനായിട്ട്? ആശ ചേച്ചിയാണോ? അല്ല, സുനിൽ ബാബു എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഗവൺമെന്റ് എംപ്ലോയി ആണ്. പുള്ളി അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്തുണ്ടെന്നുള്ളതാണ്. കൊട്ടാരക്കര ഷൂട്ടേ ഉള്ളായിരുന്നുള്ളൂ. എനിവേ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാര്യം ഉറങ്ങുമായിരുന്നു, ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലേ? എന്തെങ്കിലും പ്രാങ്ക് വല്ലതും കിട്ടിയായിരുന്നല്ലോ അന്നല്ലേ? അന്ന് ഞാൻ തന്നായിരുന്നു. എന്തൊക്കെ സംസാരിച്ചു. പക്ഷെ അന്ന് നമ്മളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വെള്ളവടി എതിരാന്ന് പറഞ്ഞത്, ഡ്രിങ്ക്സ് കഴിക്കുന്ന എതിരാന്ന് പറഞ്ഞത്. അപ്പം മിക്ക ആൾക്കാർ ചോദിക്കും, ബിയർ കഴിച്ചിട്ടാണോ തടിച്ചതെന്ന് ചോദിക്കും. ചോദിക്കുന്നുണ്ടല്ലേ? ബിയർ കഴിച്ചിട്ടാണോ തടിച്ചത്? നീ ബിയർ അടിക്കുമല്ലേ? നീ പെട്ടെന്ന് വണ്ണം വെച്ചല്ലോ, നീ ബിയർ അടിക്കുവോ അല്ലെങ്കിൽ നീ മദ്യപിക്കുവോ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ബിയർ അടിച്ചാൽ മാത്രമേ വണ്ണം വെക്കൂ? ഒരിക്കലും ഇല്ല. ഭക്ഷണം നന്നായിട്ട് കഴിച്ചാൽ മതി. പറയാൻ എന്താ, ആ വീട്ടിൽ നല്ല ആഹാരം നന്നായിട്ട്. സത്യം പറഞ്ഞ ഷവർമയാണ് എന്റെ തടി. ഷവർമ ഇപ്പൊ ഡേഞ്ചർ ആട്ടോ. ഷവർമ പിന്നെ ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഷവർമയുടെ അല്ലാതെ ഒരു ഹെൽത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സർജറി കാര്യമായിട്ട് അങ്ങനെ അത് ക്ലിയർ ആയി. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെയും ഒക്കെ. പിന്നെ ഫുഡ് ഡയറ്റ് ഉണ്ടായിരുന്നു, അതായത് മുട്ട, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തന്നെ കഴിക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്കത് വേറെ എൻ്റെ വണ്ണം കുറയാനായിട്ടുള്ള ഡയറ്റ് എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സാഹചര്യത്തിൽ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡെയിലി ഇപ്പം എത്ര കുപ്പി വെച്ച് ബിയർ അടിക്കുക? അല്ല, മറുപടി പറയണ്ടേ, മറ്റുള്ളവരടുത്ത് പറയണ്ടേ? വണ്ണം വെക്കുന്ന ബിയർ കഴിച്ചാൽ മാത്രമല്ല, നല്ല വീട്ടിലെ ആഹാരം തീർച്ചയായിട്ടും പഴങ്ങി കഴിച്ചാൽ നന്നായിട്ട് വണ്ണം വെക്കും, ഉറപ്പായിട്ടും അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ചിരിച്ചോണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ വിചാരിച്ച് തരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അല്ല, നമ്മൾ ഓരോരുത്തർക്ക് ചിന്തിക്കാമല്ലോ, ചിന്തിച്ചു കൂട്ടാമല്ലോ. അപ്പോൾ നമ്മുടെ മൂവി വേൾഡ് വീഡിയോയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞാൻ അന്ന് നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിലും പറഞ്ഞത് തന്നെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതുവരെ വന്നു, 3 പ്രോജക്റ്റായി, ഒരു സിനിമ ചെയ്തു. പിന്നെ എന്താ, നല്ല നല്ല വർക്കുകൾ വരട്ടെ, സപ്പോർട്ട് ചെയ്യും. ഇനി എല്ലാം നല്ല വർക്കുകൾ വരട്ടെ. നല്ല ഈ വില്ലത്തി കഥാപാത്രം ഒരു 1000-2000 എപ്പിസോഡ് പോട്ടെ.